വയോധികർക്ക് പരസ്പരം ഒത്തുചേർന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്ഥാപിച്ച മേത്തോട്ട് താഴത്തെ വയോജന സൗഹൃദ കേന്ദ്രം പകൽ വീട് ഓണാഘോഷം നടത്തി. കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 3 വർഷമായി മേത്തോട്ട് താഴത്ത് വയോജന സൗഹൃദ കേന്ദ്രം പകൽ വീട് ആരംഭിച്ചിട്ട് ഇന്ന് 100ഓളം ആളുകൾ ദിവസേന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ എത്താറുണ്ട്. പകൽ വീടിന്റെ ഓണാഘോഷ പരിപാടികൾ കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇനിയും വരും എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഭരണാധികാരി പണം എന്നതുകൊണ്ടല്ല പ്രധാനം, കഴുത്തരയില്ല, ചതിയില്ല, സുഖമായി ജീവിക്കുന്നു, ആമോദത്തോടെ വസിക്കുന്നു, അല്ലേ? അതാണ് അവർക്ക് ആർക്കും അതാണ് അല്ല അതെവിടെ പഠിച്ചത്. അങ്ങനെയുള്ള ആമോദത്തോടെ ജീവിക്കാൻ കഴിയുക, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും. കുറെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവും, കൊട്ടാരം പോലത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു മുറി ഇരിക്കാൻ എന്തൊരു വിഷമം. ഇതിൽ ഗുണമുണ്ടോ? പണം കടിച്ചിരിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഈ 3-4 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് കോർഡിനേറ്റർ ഒന്ന് അറിഞ്ഞുകൂടാ. മഹാബലി ആരാണെന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് വന്നു. ആരെങ്കിലും വായിച്ചു നോക്കട്ടെ. മഹാബലി ആരാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു വാട്സപ്പ് വന്നത്. നടൻ നിർമ്മൽ പാലാഴി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ലയൺസ് പ്രസിഡന്റ് കെ മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ MP സുരേഷ്, പകൽവീട് ചെയർമാൻ സുബൈർ കൊളക്കാടൻ, വൈസ് ചെയർമാൻ കുമരേശൻ, ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സിൽവേഴ്സ് പാസ്റ്റ് പ്രസിഡന്റ് നിസാം പള്ളിയാൽ, ഹഫ്സത്ത് കൊളക്കാടൻ എന്നിവർ സംസാരിച്ചു. പകൽവീട് കൺവീനർ പ്രേമാനന്ദൻ നന്ദി അറിയിച്ചു. പൂക്കളമൊരുക്കിയും വിവിധതരം കലാകായിക പരിപാടികൾ നടത്തിയുമാണ് മേത്തോട്ട് താഴത്തെ പകൽവീട് ഓണാഘോഷ പരിപാടി സജീവമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.